ശ്രീ പദ്ധതിയിൽ മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ട് ഒരു മാസത്തിനകം വരും. പദ്ധതിയെക്കുറിച്ച് വിശദമായി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ 4-അംഗ മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ച് സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട്. കേന്ദ്ര ഇടപെടൽ ഒഴിവാക്കി പദ്ധതി എങ്ങനെ നടപ്പാക്കാനാകുമെന്നും ഉപസമിതി പരിശോധിക്കും. ശ്രീയുമായി മുന്നോട്ടു പോകാനുള്ള സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധം ശക്തമായിരിക്കെ നിലപാട് കടുപ്പിച്ച് യൂത്ത് ലീഗ് രംഗത്ത് വന്നു. സംസ്ഥാനത്തെ സ്കൂളുകളിൽ പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് SFI. PM-ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് റിവ്യൂ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനാണ് മന്ത്രിസഭാ ഉപസമിതിക്ക് സർക്കാർ രൂപം നൽകിയത്. വിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ കൺവീനറായ സമിതിയിൽ മന്ത്രിമാരായ റോജി M. ജോൺ, M. ലിജു, PC വിഷ്ണുനാഥ് എന്നിവരാണ് മറ്റംഗങ്ങൾ. മറ്റ് പരിഗണനാ വിഷയങ്ങളോടൊപ്പം സംസ്ഥാനത്തിന്റെ ഭരണഘടനാ അവകാശങ്ങളായ സിലബസ് തയ്യാറാക്കൽ, പദ്ധതിയിൽ അംഗമാകുന്നതിന് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള സ്കൂളുകളുടെ തെരഞ്ഞെടുപ്പ് എന്നിവ നിലനിർത്തിക്കൊണ്ട് പദ്ധതി നടപ്പിലാക്കാൻ കഴിയുമോ എന്നാണ് ഉപസമിതി പരിശോധിക്കുന്നത്. റിപ്പോർട്ട് ഒരു മാസത്തിനകം സമർപ്പിക്കും. പദ്ധതിയുമായി സർക്കാർ മുന്നോട്ടു പോകുന്നതിനിടെ നിലപാട് കടുപ്പിച്ച് യൂത്ത് ലീഗ് രംഗത്തെത്തി. ഭരണഘടനാ മൂല്യങ്ങൾക്ക് കടകവിരുദ്ധമായ ഫെഡറൽ തത്വങ്ങൾ ദുർബലപ്പെടുത്തുന്ന PM-ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കരുതെന്ന് യൂത്ത് ലീഗ് വള്ളിക്കുന്ന് നിയോജകമണ്ഡലം കമ്മിറ്റി പ്രമേയം അവതരിപ്പിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ സംഘപരിവാർ അജണ്ട നടപ്പാക്കുന്നതിനെ പ്രതിരോധിക്കുന്നതിനുള്ള ജനവിധിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF-ന് ജനങ്ങൾ നൽകിയതെന്നും പ്രമേയത്തിൽ പറയുന്നു. PM-ശ്രീ കേരളത്തിന് വേണ്ടെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് SFI. പദ്ധതി നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്നും പ്രതിഷേധം കടുപ്പിക്കുമെന്നും SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് പറഞ്ഞു. വിദ്യാഭ്യാസ ക്രമത്തെ ആകെ മാറ്റിക്കൊണ്ടും ഇന്നുള്ള പൂളിംഗ് ഒക്കെ മാറ്റി ഇവരുദ്ദേശിക്കുന്ന തരത്തിൽ വിദ്യാർത്ഥികൾക്ക് പാഠഭാഗങ്ങളും പാഠക്രമവും അതിന്റെ സ്ട്രക്ചറും ആകെ ഇടിച്ചു പൊളിക്കണം എന്നുള്ളതാണ് സംഘപരിവാറിന്റെ നയം. അതുകൊണ്ട് തന്നെയാണ് PM-ശ്രീയിൽ ഉൾപ്പെടുത്തി പറയുന്നത്, PM-ശ്രീയിൽ നിങ്ങൾ ഈ പറഞ്ഞ പെയിന്റും പേരും മാത്രമല്ല മാറ്റുന്നത്, മറിച്ച് വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്ന പാഠഭാഗങ്ങളിലെ അടിസ്ഥാന ചരിത്രം മാറുമെന്നുള്ളതാണ്. പദ്ധതിയിൽ സർക്കാരിനെതിരെ വിമർശനം ആവർത്തിക്കുകയാണ് LDF-ഉം. പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് യു-ടേൺ അടിക്കുകയാണ് UDF സർക്കാരെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. കാവ്യവൽക്കരണവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇത് ചവറ്റുകൊട്ടയിൽ എറിയും, അറബിക്കടലിലേക്ക് താഴ്ത്തും എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഇപ്പോഴും PM-ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ ഒരുമ്പിട്ടിറങ്ങുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം. അപ്പോൾ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച തിരഞ്ഞെടുപ്പ് ഘട്ടത്തിലും അതിനു മുമ്പും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം യു-ടേൺ അടിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലെങ്കിലും PM-ശ്രീയെക്കുറിച്ച് സർക്കാർ അഭിപ്രായം പറയണമെന്നും സർക്കാരിനെ തിരുത്താൻ തയ്യാറാവണമെന്നും CPI-യും ആവശ്യപ്പെട്ടു. അതിനിടെ PM-ശ്രീ സംസ്ഥാനത്ത് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട ചീഫ് സെക്രട്ടറിക്ക് കേന്ദ്രം അയച്ച കത്തിന്റെ പകർപ്പ് പുറത്തുവന്നു. പദ്ധതി നടപ്പാക്കാൻ തുടർ നടപടികൾ സ്വീകരിക്കണമെന്നായിരുന്നു മെയ് 8-ന് അയച്ച കത്തിലെ ആവശ്യം. മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചതായി മുൻ സർക്കാർ അറിയിച്ചിരുന്നെങ്കിലും തുടർ നടപടികൾ സ്വീകരിച്ചില്ല. പദ്ധതി നടപ്പാക്കുന്നതിൽ അനാവശ്യമായ കാലതാമസത്തിന് ഇത് കാരണമായി. പദ്ധതി പൂർത്തിയാകാൻ ഇനി പരിമിതമായ സമയം മാത്രമാണ് ബാക്കിയുള്ളതെന്നും കുട്ടികൾക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിന് പദ്ധതി നടപ്പാക്കണമെന്നുമാണ് കത്തിലുള്ളത്. കത്തിന് ചീഫ് സെക്രട്ടറി മറുപടി നൽകിയിരുന്നില്ല. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.